നമുക്ക് നമ്മൾ ഈ പ്രാവശ്യം പഠിക്കാൻ പോകുന്നത് DBMS ലാബാണ്. DBMS തിയറി സ്റ്റാർട്ട് ചെയ്തോ? ഓക്കെ, ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തോളായിരിക്കും അല്ലേ? ഓക്കെ, നമ്മൾ ശരിക്കും DBMS ലാബിൽ വരുന്നതെന്ന് പറയുന്നത് ആദ്യമേ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ തിയറിയുടെ കേസ് പറയാം. DBMSൽ തിയറിയിൽ ജസ്റ്റ് ആദ്യമേ ഫുൾ അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ദെൻ അത് വന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ER മോഡൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ലാബിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ER മോഡൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഷെമീന മിസ് പഠിപ്പിക്കുന്ന അനുസരിച്ചിട്ട് നമുക്ക് ആ മോഡൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എന്താണെങ്കിലും ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജസ്റ്റ് രണ്ടാമത്തെ മൊഡ്യൂളിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ മൊഡ്യൂളിൽ ബേസിക്കലി നമ്മളൊരു SQL ഡാറ്റാബേസ് ഡാറ്റാബേസിൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം സിലബസ് ഒന്ന് കാണിച്ചു തരാം. സിലബസ് ഒന്ന് കണ്ടോളൂ കേട്ടോ. ബാക്കി നമ്മുടെ DBMS ലാബ് എന്നാണ് പറയുക. ദെൻ അതിൻ്റെ കോഡ് കണ്ടല്ലോ, PCC-SL408 ആണ്. അതിൻ്റെ ക്രെഡിറ്റ് 2 ആണ് പോകുന്നത്. നോർമലി നമ്മുടെ KTUവിലെ ലാബിനെല്ലാം പോകുന്ന ക്രെഡിറ്റ് എന്ന് പറയുന്നത് 2 ആണ്. ക്രെഡിറ്റ് കുറവാണ് ശരിക്കും. അതുപോലെ തന്നെ നമുക്ക് വരുന്നത് SQL പഠിക്കാനുണ്ട്. SQL എന്ന് പറയുന്നത് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്നാണ് പറയുക. ദെൻ അത് യൂസ് ചെയ്തിട്ട് നമുക്കൊരു പ്രോഗ്രാം ലെവലിലേക്ക് പോകുന്നതാണ് PL-SQL എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് NoSQL. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള SQL ആണ് NoSQL എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമുക്ക് സിലബസിൽ പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുന്നത് SQL ആയിരിക്കും. അപ്പം എക്സ്പെരിമെൻ്റ് ചെയ്യാനുള്ളത് ഒന്ന് ലിസ്റ്റ് ഒന്ന് കണ്ടോളൂ. ഇതിൽ ഞാൻ ഫസ്റ്റ് വൺ പറയുന്നതാണ് ഡിസൈനിങ് എ ഡാറ്റാബേസ് സ്കീമ ഫോർ ആൻ ആപ്ലിക്കേഷൻ വിത്ത് ER മോഡൽ, ER ഡയഗ്രാം ഫ്രം പ്രോബ്ലം ഡിസ്ക്രിപ്ഷൻ. അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ER മോഡൽ ഫസ്റ്റ് മോഡലിൽ ലാസ്റ്റ് പോർഷനിൽ വരുന്നതാണ് ER മോഡൽ. ആ സമയത്ത് നമുക്കൊരു ER മോഡലൊക്കെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ സെക്ഷനാണ് ശരിക്കും നമ്മൾ എന്താ പറയുക ഒരു പ്രാക്ടിക്കൽ സെഷനിലേക്ക് വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് DDL കമാൻഡ്സ് എന്ന് പറയും. DDL എന്ന് ഉദ്ദേശിക്കുന്നത് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്നാണ് പറയുക. ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്നാണ് പറയുക. അപ്പോൾ അതിലെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക, ഒരു ഡാറ്റാ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞോ മിസ്? പറഞ്ഞോ, ഒന്ന് പറയൂ. ഡാറ്റ എന്താ? ഡാറ്റ എന്താ? ഹലോ, ഇൻഫർമേഷൻസ് അല്ലേ? ഫാക്ട്. അതായത് ഇപ്പം ഇതിപ്പോ ആരാ സംസാരിക്കുന്നത്? സൗമ്യാണ്. ഓക്കെ, സൗമ്യ എന്ന് പറയുന്ന നെയിം ഇറ്റ്സ് എ റോ ഫാക്ട് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, അതൊരു ഇൻഫർമേഷൻ ആയിട്ട് കൺവേർട്ട് ആവുന്നതെന്ന് പറയുന്നത് ഇറ്റ്സ് എ സൗമ്യ S4 പഠിക്കുന്നു. ഓക്കെ, ഇലാഹിയയിൽ S4 പഠിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു ഹോൾ എന്താ പറയുക കുറേ കമ്പൈൻഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാ ഡാറ്റ വരുമ്പോഴത്തേനുമാണ് എന്താ പറയുക ഇൻഫോർമേഷൻ ആയിട്ട് കൺവേർട്ട് ആവുന്നത്. ഓക്കെ, ഇനി ഡാറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഡാറ്റ. അതിനിപ്പോൾ ഒരു പ്രത്യേക രീതിയിൽ ഒരു സ്ട്രക്ചേർഡ് വേയിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനെയാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. കുറേ ഡാറ്റാസിനെ ഒരു കളക്ഷനാക്കി അറേഞ്ച് നമുക്ക് എന്താ പറയുക ആ ഡാറ്റ ഏതെങ്കിലും രീതിയിൽ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റണം. അതൊരു പ്രത്യേക രീതിയിൽ സ്ട്രക്ചേർഡ് ഫോർമാറ്റിൽ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെയാണ് ശരിക്കും ഡാറ്റാബേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡാറ്റാബേസിൽ എങ്ങനെയായിരിക്കും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡാറ്റയായിട്ട് സ്റ്റോർ ചെയ്യുന്നത്? ആസ് ടേബിൾ ആയിട്ടാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അതൊക്കെ എന്താണെന്ന് പറഞ്ഞോളാം, അപ്പോൾ പറഞ്ഞു തരാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡാറ്റാബേസിനെ ഹാൻഡിൽ ചെയ്യാൻ ഓരോ സിസ്റ്റം അവൈലബിൾ ആണ്. അതിനെയാണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റമാണ് ശരിക്കും നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന SQL, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. അതായത് ഡാറ്റാബേസിനെ ഹാൻഡിൽ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു കറസ്പോണ്ടിങ് ഒരു ലാംഗ്വേജ് ആണ് ശരിക്കും എന്താ നമ്മുടെ SQL എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് ചെയ്യണം. പിന്നെ
പോക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ജസ്റ്റ് പിന്നെ നമുക്ക് നോക്കാം. നമ്മൾ ഏതായാലും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ ഓക്കെ, എന്നിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ചെയ്ത് വെക്കാം. എന്നിട്ട് അടുത്ത ദിവസം തൊട്ട് നമുക്ക് ലാബ് ചെയ്ത് തുടങ്ങാം. അതുപോലെ തന്നെ ഞാൻ ലിനോ സാറോട് സംസാരിച്ചിരുന്നു. നോർമലി റെഗുലർ സ്റ്റുഡൻസിൽ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ റഫ് റെക്കോർഡും ഫെയർ റെക്കോർഡും വെക്കാറുണ്ട്. അപ്പം വർക്ക് ഇൻട്രൊഡക്ഷൻസ് ആയതുകൊണ്ട് തന്നെ സാർ പറഞ്ഞു ഫെയർ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തിടാൻ പറയും. നമുക്കൊരു ക്ലാസ് റൂം ജനറേറ്റ് ചെയ്തിട്ട് ആ ക്ലാസ് റൂമിലേക്ക് എന്തെങ്കിലും ഒരു പ്രൂഫ് വേണമല്ലോ, നമ്മൾ ചെയ്ത് അങ്ങോട്ട് ഇടാം. ഓക്കെ, അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഇടാൻ പറഞ്ഞു അങ്ങോട്ട് ഇട്ട് തന്നാൽ മതി. ഓക്കെ, ഡേറ്റ ഉണ്ടല്ലോ, നമുക്ക് നേരത്തെ കിട്ടുകയാണെങ്കിൽ അത്രയും ഉപകാരമായിരിക്കും. അത് ഞാൻ മറ്റവർക്ക് കിട്ടുന്ന അനുസരിച്ചിട്ട് ചെയ്തോളാം. അതായത് ഞാനിപ്പോ എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ലാബ് എടുക്കുന്നുണ്ട്. അപ്പൊ ആ ലാബ് തീരുന്ന അനുസരിച്ച് അവർ ഫെയർ റെക്കോർഡ് ചെയ്യുന്ന അനുസരിച്ച് ഞാൻ അവരുടെ ഇട്ട് തരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. പിന്നെ നമ്മൾ ചെയ്തതിന്റെ അനുസരിച്ചുള്ള ഔട്ട്പുട്ടും അതിലേക്ക് എഴുതിയാൽ മതി. അത് നമുക്ക് കറക്റ്റായിട്ട് പോകാം കേട്ടോ. അപ്പൊ എന്താണെങ്കിലും ഫെയർ റെക്കോർഡ് നിങ്ങൾ വരുന്ന സമയത്ത് ഒന്ന് വാങ്ങിച്ചു വെച്ചോളൂ. കാരണം ആ സമയത്ത് വാങ്ങിക്കാൻ വഴി കിട്ടണം എന്നില്ലല്ലോ. അപ്പൊ ആരെങ്കിലൊക്കെ വരുമ്പോൾ ഒന്ന് കളക്റ്റീവായിട്ട് നമ്മൾ ഓഫ്ലൈൻ ലാബ് ഉണ്ടാകൂലേ ഇതിന്? അപ്പൊ അത് നോക്കട്ടെ. എന്താണ് നിങ്ങൾക്ക് ഓഫ്ലൈൻ തരണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് SQL MySQL ഒക്കെ ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. കമ്പൈലേഴ്സിലാണല്ലോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ശരിക്കും റെഗുലർ ആയിട്ട് ഒരു 2 ദിവസം നമുക്ക് വേണമെങ്കിൽ ഓഫ്ലൈനിൽ ചെയ്യാം. ലാസ്റ്റ് എത്തിക്കഴിയുമ്പോൾ നമുക്കൊന്ന് ഫിംഗറൈസ് ആവാം. ഓക്കെ, ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. വേറെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ലീന സാറിനോട് ചോദിച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. സിലബസ് ഇത്രേ ഉള്ളൂ. ശരിക്കും SQL സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ PSQL ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടോ എന്ന് നോക്കട്ടെ, നമുക്ക് ചെയ്യിപ്പിക്കാം. ദെൻ NoSQL ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് മാറ്റുക കേട്ടോ. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിലുണ്ടല്ലോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ മോഡൽസ് യൂസ്ഡ് ഇൻ DBMS എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിക്കും. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഡാറ്റ മോഡൽസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഡാറ്റ മോഡൽസിനെ ക്രിയേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നമ്മളൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഡാറ്റ മോഡൽസ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഡാറ്റ മോഡൽ എന്ന് പറയുന്നത് റിലേഷണൽ ഡാറ്റ മോഡലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയും, ഇതിൻ്റെ DBMS സിസ്റ്റത്തിന് പറയുന്നത് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് പറയുക. ഇനി റിലേഷണൽ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് മിസ് പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, റിലേഷണൽ മോഡൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡാറ്റാസ് ക്യാൻ ബി ഓർഗനൈസ്ഡ് ഇൻ ടു ടേബിൾസ് ആയിട്ടാണ് ഡാറ്റാസിനെ സ്റ്റോർ ചെയ്യുക. നോർമലി നമ്മൾ പറയുന്ന വേർഡിൽ കാണുന്ന ടേബിൾസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് എന്തൊക്കെ ഉണ്ടാവും? റോസും കോളംസും ഉണ്ടാവും. ഓക്കെ, നമ്മൾ റിലേഷണൽ ഡാറ്റാബേസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. ടേബിൾസ് ആയിട്ടായിരിക്കും ഡാറ്റ സ്റ്റോർ ചെയ്യുക. ഓക്കെ, അതിൽ റോസും കോളംസും ഉണ്ടായിരിക്കും. ഓക്കെ, ഈച്ച് ടേബിൾ റെപ്രസെന്റ്സ് എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡാറ്റ. ഓരോ ടേബിളും ഓരോ ടൈപ്പിലുള്ള ഡാറ്റ ആയിരിക്കും. ഇപ്പൊ കസ്റ്റമർ എന്ന് പറയുന്ന ഒരു ടേബിളിൽ എന്തൊക്കെ ഉണ്ടാവാം? ഒരു കസ്റ്റമർ ID ഉണ്ടാവാം, പിന്നെ അവർ വാങ്ങിച്ച എന്തെങ്കിലും പ്രൊഡക്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പൊ അതുപോലത്തെ ഡീറ്റെയിൽസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി നമ്മളൊരു ടേബിൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം ആ ടേബിളിൽ എന്തൊക്കെയാണ് നോക്കി ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കസ്റ്റമർ നെയിം ഉണ്ടാവാം, ഓർഡർ ഡേറ്റ് ഉണ്ടാവാം, ഇത് എല്ലാം ആ ടേബിളിന്റെ ഉള്ളിൽ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ സപ്പോസ് നമ്മുടെ ഒരു കേസ് എന്ന് പറഞ്ഞു, നമ്മളൊരു സ്റ്റുഡൻറ്. ഓക്കെ, ഒരു സ്റ്റുഡൻറ് എന്ന് പറയുന്ന ടേബിൾ ആണെങ്കിൽ ആ സ്റ്റുഡൻറ് എന്ന് പറയുന്ന ടേബിളിന്റെ ഉള്ളിൽ റോൾ നമ്പർ ഉണ്ടാവാം, നെയിം ഉണ്ടാവാം. ഓക്കെ, ദാറ്റ് ഈസ് ദി സ്ട്രക്ചർ ഓഫ് ദി ടേബിൾ. ആ ടേബിളിന്റെ നെയിം എന്താ? സ്റ്റുഡൻറ് എന്നാണ്. അതുപോലെ തന്നെ ആ ടേബിളിന്റെ ഉള്ളിലുള്ള കണ്ടൻസ് എന്താ? കണ്ടൻസ് അല്ലെങ്കിൽ കോളം നെയിം അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറയും. ഓക്കെ, ആ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? റോൾ നമ്പറും നെയിമും ആയിരിക്കും. ഇപ്പൊ സപ്പോസ് സുജിന്റെ ഡാറ്റ എൻ്റർ ചെയ്യുകയെന്ന് വെച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ ടേബിളിലുള്ള ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാ? റോൾ നമ്പറും അതുപോലെ നെയിമുമാണ്. അപ്പൊ സുജിന്റെ ഡാറ്റ എൻ്റർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സുജിന്റെ ആദ്യം എന്ത് ചെയ്യും? റോൾ നമ്പർ എൻ്റർ ചെയ്ത് വെക്കും. അതുപോലെ തന്നെ എന്ത് ചെയ്യും? സുജിൻ എന്ന് പറയുന്ന നെയിമും അതിലേക്ക് എൻ്റർ ആവും.
ഓക്കെ, അങ്ങനെ എൻട്രി ചെയ്യുന്ന ഒരു റോയ്ക്ക് പറയുന്നത് നമ്മൾ റെക്കോർഡ്സ് എന്ന് പറയും. ഓക്കെ, റെക്കോർഡ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ട്യൂപ്പിൾ എന്ന് പറയും. ഓക്കെ ഓക്കെ, അല്ലെങ്കിൽ ഇൻസ്റ്റൻസ് എന്ന് പറയും. അതൊക്കെ മിസ് പഠിപ്പിച്ചോളൂ കേട്ടോ. എന്താണെങ്കിൽ നമ്മൾ ട്യൂപ്പിൾസ് എന്നാണ് പറയുക. ഈ ലൈൻ ഒന്ന് നോക്കി, റോസ് കണ്ടെയ്ൻ റെക്കോർഡ്സ് ഓഫ് ട്യൂപ്പിൾസ്. അതായത് ഒരാളുടെ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെയാണ് എന്തെന്ന് പറയാം, ട്യൂപ്പിൾസ് എന്ന് പറയാം, റെക്കോർഡ്സ് എന്ന് പറയാം, ഇൻസ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, ഇത്ര ഓക്കെ ആണോ? ഐഡിയ കിട്ടുന്നുണ്ടോ? ഓക്കെ ആണോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെയാണ് മാം. അപ്പോൾ നമ്മൾ റിലേഷണൽ മോഡലാണ് യൂസ് ചെയ്യുന്നത്. റിലേഷൻ മോഡലിൽ ടേബിൾ ഉണ്ട്, ടേബിളിൽ റോസും കോളംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഒരു എക്സാമ്പിൾ കാണിച്ചു തരുവാണെങ്കിൽ, ഇതൊരു എക്സാമ്പിൾ ആണ്, നോക്കിയേ. ശരിക്കും നമ്മൾ ആദ്യമേ ക്രിയേറ്റ് ചെയ്യുന്നത് ബുക്സ് എന്ന് പറയുന്ന ടേബിൾ. ആ ടേബിളിലുള്ള ആട്രിബ്യൂട്ട്സുകൾ ഏതൊക്കെയാ? ബുക്ക് ഐ ഡി ഉണ്ട്, ടൈറ്റിലുണ്ട്, ഓതർ ഐ ഡി ഉണ്ട്, പബ്ലിഷ്ഡ് ഇയർ ഉണ്ട്. അപ്പം 4 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ടേബിളിൻ്റെ നെയിം ബുക്സ് എന്നാണ്. ഓക്കെ, ഇനി ഇതിലെ ഒരു ഫസ്റ്റ് ഈ ഒരു റോയ്ക്ക് പറയുന്നത് റെക്കോർഡ് എന്ന് പറയാം, ട്യൂപ്പിൾ എന്ന് പറയാം, ഇൻസ്റ്റൻസ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഓരോ ടേബിൾസ് ആയിട്ടായിരിക്കും ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അത് മാത്രമല്ല, DBMS നമ്മൾ ജസ്റ്റ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അത് നള്ളാവാൻ പാടില്ല. അതായത് നമുക്ക് ഡാറ്റ എൻട്രി ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവരുത്. ഓക്കെ, യുണീക്ക് ആയിരിക്കണം. അങ്ങനെ യുണീക്ക് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പർട്ടിക്കുലർ കൺസ്ട്രൈൻസ് യൂസ് ചെയ്യുന്നുണ്ട്. കൺസ്ട്രൈൻസ് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻസ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പല കീസ് ആയിട്ടാണ് പറയുക. പ്രൈമറി കീ, ഫോറിൻ കീ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താ പറയുക, ഡാറ്റ നമുക്ക് ഒരു എന്താ പറയുക, പിന്നെയും നമ്മൾ റെപ്പറ്റീവായിട്ട് പല ടേബിളിലായിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യില്ല. എവിടെ നിന്നാണോ ഡാറ്റ എടുക്കേണ്ടത് അത് കറക്റ്റായിട്ട് ഒരു സ്ഥലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് റെഫറൻസ് ചെയ്യും. ഓക്കെ, അല്ലാതെ ഓക്കെ ഞാനൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു, അടുത്തൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു, എൻ്റെ ആവശ്യം എന്താ, എൻ്റെ ആവശ്യം അനുസരിച്ചിട്ട് ഞാൻ പിന്നെയും ആട്രിബ്യൂട്ട്സുകളെ നേരത്തെ ഉണ്ടായിരുന്ന ടേബിളിൽ ഉണ്ടായിരുന്ന ആട്രിബ്യൂട്ടിനെ അതുപോലെ തന്നെ ഇവിടെ ഇൻസേർട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. എന്ത് ചെയ്യും, നേരത്തെ ഉണ്ടായിരുന്ന ടേബിളിൽ നിന്നുള്ളത് റെഫറൻസ് ചെയ്ത് ഇങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, ലീവ് ഇറ്റ്. അപ്പോൾ നമുക്ക് ടേബിളിൻ്റെ ഒരു കോൺസെപ്റ്റ് കിട്ടിയല്ലോ. ടേബിളിൻ്റെ കോൺസെപ്റ്റ് കിട്ടിയോ? ടേബിളിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? റോസും കോളംസും ആയിട്ടായിരിക്കും. ഒരു ടേബിളിൽ എന്തൊക്കെ ഉണ്ടാവും? ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും, ഓർ കോളം നെയിം ഉണ്ടാവും. ഓക്കെ, ദെൻ നമ്മൾ പിന്നെ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ നോർമലി നമ്മളൊരു SQL സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് ആർ നോട്ട് കേസ് സെൻസിറ്റീവ്. കേസ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കേസ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ക്യാപിറ്റൽ സ്മോൾ പ്രശ്നമില്ലാത്ത. യെസ്, ഒരു പ്രശ്നമില്ല, സ്മോൾ ലെറ്ററിലോ ക്യാപ് ലെറ്ററിലോ യൂസ് ചെയ്യാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ടേബിളിൻ്റെ നെയിം അതുപോലെ തന്നെ ആട്രിബ്യൂട്ട്സിൻ്റെ നെയിം എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അത് തന്നെ ഫോളോ ചെയ്ത് പോകണം. ഓക്കെ, ബാക്കിയുള്ള കീവേഡ്സുകൾക്കൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ ടേബിളിന് നമ്മൾ കൊടുക്കുന്ന നെയിം ഉണ്ടാവും. ഓക്കെ, അതുപോലെ ആട്രിബ്യൂട്ട്സിന് നമ്മളാണ് പേര് കൊടുക്കുന്നത്. അപ്പം അതിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കോളും. പിന്നെ അതുപോലെ നോർമലി ഏത് SQL സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിലും ദാറ്റ് മസ്റ്റ് ബി എൻഡ് വിത്ത് സെമി കോളൻ. നോർമലി സെമി കോളൻ ഇല്ലാതെ വർക്ക് ചെയ്യുന്നത് പലതും ഉണ്ട് കേട്ടോ. ഇപ്പം അങ്ങനെ റെസ്ട്രിക്ഷൻ വരുന്നില്ല. പല SQLലും സെമി കോളൻ ഇല്ലെങ്കിലും വർക്ക് ചെയ്യും. പക്ഷെ നോർമലി ഒരു SQL സ്റ്റേറ്റ്മെന്റിനെ ഒരു SQL സ്റ്റേറ്റ്മെന്റിൽ നിന്ന് അടുത്ത SQL സ്റ്റേറ്റ്മെന്റ് സെപ്പറേറ്റ് ചെയ്യുന്നത് ബൈ യൂസിങ് സെമി കോളനാണ്. അപ്പം നമ്മൾ സെമി കോളൻ ഇട്ട് അങ്ങോട്ട് പോകുന്നു. ഓക്കെ, ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ നമ്മൾ ഓർത്തിരിക്കുക, ഇറ്റ്സ് നോട്ട് കേസ് സെൻസിറ്റീവ്. നമുക്ക് ഏതിൽ വേണമെങ്കിലും ചെയ്യാം. ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയയിലേക്ക് വരും. പിന്നെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് SQL സ്റ്റേറ്റ്മെന്റ്സിന് സെമി കോളൻ വെച്ച് എൻഡ് ചെയ്യുക. പലതിലും സെമി കോളൻ ഇല്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി അത് എടുത്തിട്ട് ചെയ്തോളും. പക്ഷെ നമ്മൾ എഴുതുമ്പോഴത്തേനും
എക്സാമൊക്കെ ആണല്ലോ, എക്സാമിന് നമ്മൾ ഫോളോ ചെയ്യുന്നത് കോമൺ ഫോർമാറ്റ് തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ. പിന്നെ ഇപ്പം SQL ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. MySQLന്റെ കേസിലാണെങ്കിൽ നമുക്ക് ഡാറ്റാ ബേസ് ക്രിയേറ്റ് ചെയ്യാം. ഡാറ്റാ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആ ഡാറ്റാ ബേസിൻ്റെ ഉള്ളിലാണ് ടേബിൾസുകളെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡാറ്റാ ബേസിനെ ക്രിയേറ്റ് ചെയ്യും, ദെൻ അത് യൂസ് ചെയ്തിട്ടാണ് അതിലേക്ക് ടേബിളിനെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ. പക്ഷേ നമ്മളിപ്പം SQL സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് SQL പ്രീ ഡിഫൈൻഡ് ആയിട്ടൊരു ഡാറ്റാബേസ് ഉണ്ട്. ശരിക്കും ഡെവലപ്പ് ചെയ്തത് ഒറാക്കിൾ ആണ്. ഒറാക്കിൾ കമ്പനിയാണ് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ SQL ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്ന പരിപാടിയിലേക്ക് അത്ര ഇതല്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവർ പ്രീ ഡിഫൈൻഡ് ഒരു ഡാറ്റാബേസ് വെച്ചിട്ടുണ്ട്. ദെൻ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്തത്. പിന്നെ പിൽക്കാലത്ത് ഈ MySQL പോലത്തെ അപ്ഡേറ്റഡ് വേർഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അതിലെന്ത് ചെയ്യും, നമ്മൾ തന്നെ ഡാറ്റാബേസിനെ ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് വേണം അതിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് നോക്കാം, എക്സാമിന് ഏതാണ് ഫോളോ ചെയ്യുന്നതെന്ന് നോക്കട്ടെ. എന്താണെങ്കിലും ഇപ്പം ഞങ്ങൾ അവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് SQL ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ സർവ്വോട് എടുത്ത് ചോദിക്കട്ടെ, അപ്പോൾ നമുക്ക് പലതും നോക്കാം. പിന്നെ ഓഫ്ലൈനായിട്ട് നമുക്കൊന്ന് ലാബ് നോക്കണം, എങ്കിൽ മാത്രമേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ, നിങ്ങളും ഓക്കെ ആവുള്ളൂ. ഓക്കെ. അപ്പോൾ എന്താണെങ്കിൽ നമ്മളിപ്പോൾ SQL സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നമുക്കിപ്പം ക്രിയേറ്റ് ഡാറ്റാബേസോ ഓൾട്ടർ ഡാറ്റാബേസോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ നേരെ കയറാൻ പോകുന്നത് ഒരു ടേബിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ ടേബിളിൽ എന്താണ് മോഡിഫിക്കേഷൻസ് വരുത്തുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നത് നമുക്ക് പല രീതിയിൽ ലാംഗ്വേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. SQL തന്നെ പല രീതിയിൽ ലാംഗ്വേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് DDL, ദാറ്റ് മീൻസ് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് പറയും. ഓക്കെ. ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. അപ്പം അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കമാൻഡ്സുകൾ എന്ന് പറയുന്നത് ഹൗ ടു ക്രിയേറ്റ് എ ടേബിൾ, ഹൗ ടു ഓൾട്ടർ എ ടേബിൾ, how to rename a table, how to drop a table. ഓക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടേബിളിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടേബിളിൽ കോളം വേണമെങ്കിൽ ആഡ് ചെയ്യാം, റിമൂവ് ചെയ്യാം. അതൊക്കെ ചെയ്യുന്നത് എന്ത് യൂസ് ചെയ്തിട്ടാണ്? ഓൾട്ടർ യൂസ് ചെയ്തിട്ടാണ്. പിന്നെ വേണമെങ്കിൽ റീനെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ടേബിളിന് വേണമെങ്കിൽ വേറെ പേര് കൊടുക്കാൻ പറ്റും. ഓക്കെ. അത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പിന്നെ അതുപോലെ നമ്മൾ വരുന്ന ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടേബിളിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ ഡാറ്റാബേസിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുന്നതിനെയാണ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്തായിരിക്കും? നമ്മൾ ആ ടേബിളിന്റെ സ്ട്രക്ചറിനെ ആണ് നമ്മൾ മോഡിഫൈ ചെയ്യുന്നത്, അല്ലേ? ഇപ്പം ക്രിയേറ്റ് ചെയ്യുന്നു, ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്തൊരു സ്ട്രക്ചറിനെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ. അതുപോലെ തന്നെ ഓൾട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടേബിളിലെ കോളം നെയിംസ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയൂ, ആഡ് ചെയ്യുക, എക്സ്ട്രാ ആഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? സ്ട്രക്ചറിനാണ് ചേഞ്ച് ചെയ്യുന്നത്. റീനെയിം ആണെങ്കിൽ അതുപോലെ തന്നെ, ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ. അപ്പോൾ ഇങ്ങനത്തെ കമാൻഡ്സുകളെല്ലാം ഒരുമിച്ച് അതിനെ പറയുന്നതാണ് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ. ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഡാറ്റ ഡെഫിനിഷൻ ആ ഒരു നെയിമിൽ തന്നെ ഉണ്ടല്ലോ, ഡാറ്റ ഡെഫിനിഷൻ. ദാറ്റ് ഈസ് the structure. We just create the structure of the table. Okay. We just alter or change the structure of the table. എല്ലാം അങ്ങനെ തന്നെയല്ലേ? നമുക്ക് എക്സാമിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് what are the DDL commands എന്ന് ചോദിക്കാറുള്ളതാണ്. ഓക്കെ. അപ്പം ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്തത് ഓൺലൈൻ യൂസ് ചെയ്തത് പ്രോഗ്രാംസ് ആണ് ഞാനൊന്ന് യൂസ് ചെയ്തത്. ഇപ്പം എനിക്ക് നെറ്റിന് പ്രശ്നമുള്ളതുകൊണ്ട് നോർമലി വരുമെന്ന് എനിക്കറിയില്ല, നോക്കട്ടെ കേട്ടോ. ഓക്കെ. അപ്പം ഞാനിത് സ്റ്റോപ്പ് ചെയ്യുവാണ്. ഓക്കെ. നമുക്ക് പലതും യൂസ് ചെയ്ത് നോക്കണം കേട്ടോ. എന്താണെങ്കിലും പ്രോഗ്രാംസിൻ്റെ കറസ്പോണ്ടിങ് ഓൺലൈൻ SQL എഡിറ്ററാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ. SQL നമുക്ക് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ബാക്കി വരുന്ന SQLിലേക്ക് വരുമ്പോൾ നമ്മൾ ഡാറ്റാബേസ് ആദ്യമേ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ഇതിൽ ഓൾറെഡി ഡാറ്റാബേസ് ഉണ്ട്. ദെൻ ആ ഡാറ്റാബേസിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ടേബിൾസിനെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഓഫ്ലൈനായിട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എഡിറ്റർ എന്ന് പറയുന്നത് നമ്മുടെ വിൻഡോസിൽ SQL പ്ലസ് എന്ന് പറയുന്ന എഡിറ്റർ അത് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. SQL പ്ലസ് നോക്കട്ടെ, ഏതെങ്കിലും ലിങ്ക് ഉണ്ടെങ്കിൽ ഇട്ട് തരാം കേട്ടോ.
അല്ലെങ്കിൽ നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾ അതിൻ്റെ ഓഫ്ലൈൻ വന്നിട്ട് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് വേണമെങ്കിൽ നോക്കി തുടങ്ങാം കേട്ടോ. ഓക്കെ, എന്താണത് നിൽക്കട്ടെ, നമുക്ക് എന്താണെങ്കിലും ഫെമിലറൈസ് ആയതിനു ശേഷം ബാക്കിയിലേക്ക് പോകാം. ഓക്കെ, അപ്പം നമ്മൾ പ്രോഗ്രാമസ് എന്ന് പറയുന്നത് എടുത്തു. ഇത് നേരത്തെ കിടന്നിരുന്ന ഒരു ഔട്ട്പുട്ടായിരുന്നു. അപ്പോൾ സപ്പോസ് ഞാനൊരു ടേബിൾ എൻ്റെ ഉദ്ദേശം ഇതാണ്, വി ജസ്റ്റ് ക്രിയേറ്റ് എ ടേബിൾ ആൻഡ് ഇറ്റ്സ് നെയിം ഈസ് സ്റ്റുഡൻറ്റ് ആൻഡ് സ്റ്റുഡൻറ്റ് ടേബിൾ contains 2 attributes, a roll number and name. Okay, അപ്പോൾ ഞാൻ അതിന് യൂസ് ചെയ്യുന്ന സിൻടാക്സ് എന്ന് പറയുന്നത് ക്രിയേറ്റ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യണം. ഓക്കെ, ക്രിയേറ്റ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുക. പിന്നെ എന്ത് കൊടുക്കണം, ടേബിൾ എന്ന് പറയുന്ന നെയിം യൂസ് ചെയ്യണം. ഇറ്റ്സ് എ കീവേഡാണ്. ദെൻ ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്യണേ. ക്രിയേറ്റ് സ്പേസ് ടേബിൾ സ്പേസ് ദെൻ സ്റ്റുഡൻ്റ് എന്നല്ല കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ സ്റ്റുഡൻ്റ് എന്ന് കൊടുക്കുന്നു. സ്റ്റുഡൻറ്റ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വേണം ബാക്കിയുള്ള കാര്യം കൊടുക്കാൻ. അതായത് ആട്രിബ്യൂട്ട്സ് കൊടുക്കുന്നത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ്. അപ്പം ഞാൻ റോൾ നമ്പർ ഇങ്ങനെ കൊടുത്തു, റോൾ നമ്പർ സ്പേസ്. ഇനി കൊടുക്കേണ്ടത് ഡാറ്റ ടൈപ്പാണ്. ഓക്കെ, നമ്മൾ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണമല്ലോ. റോൾ നമ്പർ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറയുവാണ് ദാറ്റ് മസ്റ്റ് ബി ആൻ ഇൻറ്റിജർ. വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും കോഡോട് കൂടി, ഇപ്പം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് നമ്പർ ആൻഡ് ആൽഫബറ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് വേറെ രീതിയിൽ കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, നമ്പറായിട്ട് കൊടുക്കാനാണ്. അപ്പോൾ അതിന് നമ്മൾ ഇൻറ്റിജർ ഇതിൽ പറ്റുമെന്ന് നോക്കണം. ഇൻറ്റ് എന്നാണ് നോർമലി കൊടുക്കുക, അല്ലെങ്കിൽ ഇൻറ്റിജർ. ചിലതിലൊക്കെ ഇൻറ്റിജർ എന്ന് കൊടുത്ത് ഞാൻ എടുക്കും. ഇതിൽ ഞാൻ ഇൻറ്റ് എന്നാണ് കൊടുത്തത്, ഇൻറ്റിജറിന് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കണേ. ഓക്കെ, ഇനി എന്ത് കൊടുക്കണം, എനിക്ക് വേണ്ടത് നെയിമാണ്. നെയിം എന്ന് പറയുന്നത് വേണമെങ്കിൽ ക്യാർ കൊടുക്കാം, ഇല്ലെങ്കിൽ വാർക്യാർ കൊടുക്കാം. ഓക്കെ, വാർക്യാർ എന്ന് പറയുന്നത് എന്താ പറയുക, ഇൻറ്റിജർ നമ്പർ എല്ലാം കൂടി കൂട്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ക്യാർ കൊടുത്താലും മതി, അല്ലെങ്കിൽ വാർക്യാർ കൊടുത്താലും മതി. എന്നിട്ട് അത് എത്ര ലെങ്ത് വരെ വേണം, എത്ര ആൽഫബറ്റ്സ് വരെ വേണം എന്നുള്ള ഏകദേശം ഒരു റേഞ്ചിൽ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പം ഞാൻ 12 കൊടുത്തു. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, സെമിക്കോളൻ. കണ്ടോ, ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ്റ്. ഇതിൻ്റെ അർത്ഥം എന്താ, സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ 2 ആട്രിബ്യൂട്ട്സ് ഉണ്ട്, റോൾ നമ്പറും നെയിമും ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം റൺ SQL എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടല്ലോ, അത് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ താഴെ വന്നിരിക്കുന്നുണ്ടോ, SQL query successfully executed. ഓക്കെ, ഹൗ ദ റിസൾട്ട് സെറ്റ് ഈസ് empty. അതിൻ്റെ ഒന്നുമില്ല, ഡാറ്റ ഒന്നുമില്ല, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ കോളേജിൽ വന്നിട്ട് PLSQL യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഇങ്ങനെയല്ല വരിക, ടേബിൾ ക്രിയേറ്റഡ് എന്ന് പറഞ്ഞു വരും. ഓക്കെ, ടേബിൾ ക്രിയേറ്റഡ് എന്ന് പറഞ്ഞു വരും. ഓക്കെ, അടുത്ത ദിവസം നോക്കട്ടെ, ഒരു വീഡിയോ എടുത്തിട്ട് അതിൽ ഇട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഫെമിലറൈസ് ആവുമല്ലോ. ഓക്കെ, അങ്ങനെ ചെയ്തു തരാം കേട്ടോ. അപ്പം ക്രിയേറ്റ് കണ്ടോ, നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഇന്ന് SQL query കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, സിൻടാക്സ് എറർ ഒന്നും ഇല്ല എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം നോക്കട്ടെ കേട്ടോ, വർക്ക് ചെയ്യാൻ നോക്കട്ടെ. ഇതിപ്പോൾ നമ്മളിപ്പം ഒരെണ്ണം കൊടുത്തു. ഇനി അതവിടെ കിടന്നുകൊണ്ട് എന്താ പറയുക, കമൻ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാവേ. കമൻ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് സ്കിപ്പ് ചെയ്ത് പൊക്കോളും. നമ്മൾ ഏതാണോ പിന്നെ കൊടുക്കുന്നത് അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇതിൽ വർക്ക് ചെയ്യില്ല ശരിക്കും. നമുക്ക് വേണമെങ്കിൽ ഈ ടേബിളിൻ്റെ ഡിസ്ക്രിപ്ഷനായിട്ട് നമുക്ക് കാണാൻ പറ്റും. PSQL-ലാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ഡിസ്ക്രിപ്ഷൻ കാണാൻ പറ്റും. അതായത് സ്റ്റുഡൻറ്റ് എന്നാണ് ടേബിളിൻ്റെ നെയിമെന്നും റോൾ നമ്പറും നെയിം എന്ന് പറഞ്ഞ 2 ആട്രിബ്യൂട്ട് ഉണ്ടെന്നും അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇതാണെന്നും പറഞ്ഞ് കാണാൻ പറ്റും. ഇതിലങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ ടേബിള് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, നമുക്ക് ഔട്ട്പുട്ടൊന്നും ഇപ്പോൾ കാണാനില്ല. ഇനി വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ടേബിള് ഓൾട്ടർ ചെയ്യാം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡാറ്റ അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുള്ളൂ, അല്ലാതെ ഒന്നും കാണാൻ പറ്റില്ല. ജസ്റ്റ് SQL query ഈസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ക്രിയേറ്റ് മനസ്സിലായോ?
നമ്മൾ അതിൻ്റെ കുറച്ച് ഡെപ്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനാണ് കിട്ടുള്ളൂ കേട്ടോ. ഇത് കിട്ടിയോന്നൊന്ന് പറഞ്ഞേ. ഓക്കെ ആണോ? ഓക്കെ, ടേബിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. അതിൻ്റെ ബാക്കി ഇതൊന്നും ഒന്നും ആയിട്ടില്ല, ജസ്റ്റ് നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ സിൻടാക്സ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കും. ഓക്കെ, പിന്നെ വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഓൾട്ടർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് ഞാൻ ഓൾറെഡി ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു, എനിക്കിതിലേക്ക് ഒന്നും കൂടി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കോളം കൂടി ആഡ് ചെയ്യണമെന്ന് വെച്ചു. ഓക്കെ, ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഓൾട്ടർ. ഓക്കെ, എനിക്ക് ഓൾട്ടർ എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഓൾട്ടർ ടേബിൾ ടേബിളിൻ്റെ നെയിം ഇപ്പം എനിക്ക് പുതിയൊരു കോളം ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ആഡ്. ഇപ്പം എനിക്കിപ്പം രജിസ്റ്റർ നമ്പർ കൂടി ആഡ് ചെയ്യണമെന്ന് വെച്ചു. രജിസ്റ്റർ നമ്പർ ആഡ് രജിസ്റ്റർ നമ്പർ. അപ്പം നമ്മൾ ഏതെങ്കിലും പുതിയൊരു കോളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എന്ത് വേണം? അതിൻ്റെ ഡാറ്റ ടൈപ്പ് വേണം. ഓക്കെ, ബാക്കിയാണ്. ഇത് ചിലപ്പോഴേ വർക്ക് ചെയ്യുള്ളൂ. ഞാൻ കുട്ടികളുടെ വെച്ചുകൊണ്ട് ചെയ്യിപ്പിച്ചായിരുന്നു. യെസ്, ഓക്കെ ആണ്. അപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓൾട്ടർ ടേബിൾ സ്റ്റുഡൻറ്റ് ആഡ്. ഇതിലൊന്ന് നോക്കട്ടെ കേട്ടോ, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കാണാനുള്ള കമാൻഡ് വേറെ എന്തെങ്കിലും ആയിരിക്കും, നോക്കട്ടെ. കിട്ടുവാണെങ്കിൽ അടുത്ത ദിവസം പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഓൾട്ടർ ടേബിളിൻ്റെ ഒരു കോളം കൂടി എന്താ പറയുക ആഡ് ചെയ്തു. ഓക്കെ, സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തിട്ടുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ കാണാത്തതുകൊണ്ടൊരു സുഖമില്ല, നോക്കട്ടെ കേട്ടോ. ഞാൻ അടുത്ത ദിവസം ഞാൻ പറയാതെ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ടേബിളിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ കോളംസ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി അതുപോലെ തന്നെ വേണമെങ്കിൽ റീനെയിം ചെയ്യാം. നമ്മൾ ഓൾറെഡി ചെയ്ത ടേബിളിന് ഇനിയിപ്പോൾ ഇങ്ങനെ കമാൻഡ്സുകൾ കിടപ്പുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്ത് വിട്ടാൽ മതി, പിന്നെ അത് എടുക്കില്ല. ഇപ്പം എനിക്ക് റീനെയിം ചെയ്യണമെന്ന് വെച്ചു. റീനെയിം ചെയ്യുന്നത് ഓരോ ഇതിലും കമാൻഡ്സുകൾക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വേണം ചെയ്യാൻ. നോക്കട്ടെ, ഇതിൽ വർക്ക് ചെയ്യാൻ നോക്കട്ടെ. റീനെയിം, അതായത് ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടേബിളിൻ്റെ പേര് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഇപ്പോൾ സ്റ്റുഡൻ്റ് എന്നല്ലേ, അപ്പോൾ നമ്മളിങ്ങനെ കൊടുക്കുന്നത് റീനെയിം ഓൾഡ് ടേബിൾ നെയിം ടു ന്യൂ ടേബിൾ നെയിം. അപ്പം നമ്മളിപ്പോൾ ഓൾഡ് ടേബിൾ നെയിം എന്ന് പറയുന്നത് എന്താ? സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, സ്റ്റുഡൻ്റ് ആണ്. ടു വർക്ക് ചെയ്യുമെന്ന് അറിയില്ല, നമ്മൾ അതിൽ വർക്ക് ചെയ്യുന്നതായിരുന്നു. ന്യൂ സ്റ്റുഡ് എന്നാണ്. റീനെയിം സ്റ്റുഡൻറ് ടു സ്റ്റുഡ്. സിൻടാക്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ടേബിൾ ഉണ്ടോ? ഇതിൽ റീനെയിം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു, നോക്കട്ടെ കേട്ടോ. അടുത്ത ദിവസം നോക്കിയിട്ട് പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്കുണ്ടല്ലോ, ഞാൻ അവിടെ ലാബ് എടുക്കുന്നത് നമുക്ക് ഇതിൽ ഓൺലൈനായിട്ട് ചെയ്യാനായിരിക്കില്ലല്ലോ എക്സ്റ്റേണിൽ പറയാം, അവിടെ വന്നിട്ട് ചെയ്യാനല്ലേ പറയാം. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഫെമിലറൈസേഷനോട് കിട്ടണം. ദെൻ റെക്കോർഡ് എഴുതുന്നതും അത് യൂസ് ചെയ്തിട്ടാണല്ലോ. ഇത് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ, ഇതിൽ എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യാത്തതെന്ന് പറയാം. റീനെയിം യൂസ് ചെയ്തിട്ട് നോർമലി നമ്മൾ റീനെയിം സ്റ്റുഡൻറ് ടു സ്റ്റുഡ് എന്ന് കൊടുത്തപ്പം അവിടുത്തെ കേസിൽ വർക്ക് ചെയ്തിരുന്നു.
ഓക്കെ, ഇവിടുത്തെ ഒന്ന് നോക്കട്ടെ സിൻടാക്സിൻ്റെ എന്താ പ്രശ്നം എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ക്രിയേറ്റ് ആയി, ഓൾട്ടർ ആയി, റീനെയിം ആയി, പിന്നെ പറഞ്ഞത് നമ്മൾ ഡ്രോപ്പ് ആയിരുന്നു. ഓക്കെ, ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ടേബിള് ഡിലീറ്റ് ചെയ്ത് കളയുന്നതിനെയാണ് എന്തെന്ന് പറയാ, ഡ്രോപ്പ് എന്ന് പറയാം. ഡ്രോപ്പ് ടേബിൾ ടേബിൾ നെയിം ആണെന്ന് തോന്നുന്നു. ആ ടേബിള് നമ്മുടെ ഇതിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പൊ ഇതിൽ വർക്ക് ചെയ്യാതെ വന്നത് ഓൾട്ടർ വർക്ക് ചെയ്തു, റീനെയിം ആണ് വർക്ക് ചെയ്യാതെ വന്നത് അല്ലെ, ബാക്കിയെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഇതിൽ വേറൊരു കമാൻഡും ഉണ്ട്, ക്രിയേറ്റ്, ഓൾട്ടർ, ഡ്രോപ്പ്, പിന്നെ ട്രങ്കേറ്റ് എന്ന് പറയുന്ന ഒരു കമാൻഡും കൂടി ഉണ്ട്. ട്രങ്കേറ്റ് എന്ന് പറയുന്ന കമാൻഡ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ടേബിൾ ക്രിയേറ്റ് ചെയ്തു, ടേബിളിലേക്ക് നമുക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഡാറ്റ ഇൻസേർട്ട് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആ കമാൻഡ്സുകൾക്ക് പറയുന്ന പേര് ഡാറ്റ മാനിപ്പുലേഷൻ കമാൻഡ്സ് എന്നാണ് പറയുക. ഓക്കെ, ഡാറ്റ മാനിപ്പുലേഷൻ കമാൻഡ്സുകൾ എന്നാണ്. അത് നമുക്ക് രണ്ടാമത്തെ എക്സ്പെരിമെന്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ അത് ഇപ്പൊ നോക്കുന്നത് ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രം ഡാറ്റ ഫുള്ളായിട്ട് ടേബിളിൽ നിന്ന് ഡിലീറ്റ് കളയുന്ന പരിപാടി എന്ത്, ട്രങ്കേറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ചെയ്തത് എന്താ, ഡ്രോപ്പ് ആണ്. ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടേബിളിന്റെ സ്ട്രക്ചറേ, പക്ഷെ ട്രങ്ക് കഴിഞ്ഞുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാല് അവിടെ നിൽക്കും, പക്ഷെ അത് ഡാറ്റ ഡിലീറ്റ് ആയിട്ട് പോകും. ഓക്കെ, അപ്പൊ അങ്ങനെ ഇത്രയും കമാൻഡ്സ് ആണ് വരുന്നത്, ക്രിയേറ്റ്, ഓൾട്ടർ, റീനെയിം, ഡ്രോപ്പ്. ഓക്കെ, അപ്പൊ ഞാനൊരു ജസ്റ്റ് ഫെഡറൈസേഷൻ മാത്രമാണ് ഉദ്ദേശിച്ചിരുന്നത്. ഇത്രയൊക്കെ മനസ്സിലായോ? ഡ്രോബാക്സുകൾ ഉണ്ട്, അത് നമുക്ക് സെറ്റാക്കാം. അത് നമുക്ക് ഇടയ്ക്ക് ഓൺലൈൻ വന്നിട്ടൊന്ന് ചെയ്യാൻ നിങ്ങളെല്ലാവരും സെറ്റ് ചെയ്യും കേട്ടോ. അത് ലിനോ സാറ് നിങ്ങളും നമ്മൾ, ഞാൻ ആദ്യമായിട്ടാണ് ലാബ് എടുക്കുന്നത്, ടെൻഷൻ എനിക്ക്. ഓക്കെ ആണ്, ഏകദേശം കിട്ടിയോ?